അർമാൻ്റെ നിർദ്ദേശപ്രകാരം സുബൈർ ഷൈമയുടെ ഇളയമ്മ സെറീനയുമായും മകൻ ഷഫീഖുമായും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഈ വീട്ടിലും പരിസരത്തുമാണ് പുതിയ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ നടക്കുന്നത്. സിനിമ ഷൂട്ട് ഉടനെ ആരംഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയും വേണം. ദാ ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. ഇതിത്തിരി കൂടുതലാണ്. ഇത്തിരിയല്ല, ഒത്തിരി കൂടുതലാണ്. ഈ വീടിന് കഷ്ടിച്ച് 30 കിട്ടും. എന്നാലും ഇരിക്കട്ടെ. വയ്യാത്ത ഈ മനുഷ്യനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവും? അതുമല്ല, ഷമീർ സാറിന് ഈ വീട് ഒത്തിരി ഇഷ്ടമായി. ഷഫീഖിന് പണപ്പെട്ടി കൈമാറുന്നതിനിടയിൽ സുബൈർ പറഞ്ഞു. അല്ല സാറേ, ഈ ഷമീർ സാറെന്ന് പറയുമ്പോൾ ആരായിട്ട് വരും? മലയാളി തന്നെയാണോ അതോ അങ്ങ് ബോളിവുഡിൽ നിന്നുമാണോ? സെറീനയാണത് ചോദിച്ചത്. ഷമീർ അഹമ്മദ്, ആള് മലയാളി പ്രൊഡ്യൂസർ തന്നെയാണ്. അതെയോ? ആ അറിയാം. ഷഫീഖാണിത് മറുപടി പറഞ്ഞത്. എന്നാൽ പിന്നെ ഇതിൽ കൂടി സൈൻ ചെയ്തേക്ക്. സെറീനയ്ക്ക് നേരെ പേപ്പേഴ്സ് നീട്ടിക്കൊണ്ട് സുബൈർ പറഞ്ഞു. ഇങ്ങ് തന്നേക്ക് സാറേ, ഞാൻ സൈൻ ചെയ്യാം. പേപ്പേഴ്സിന് നേരെ കൈ നീട്ടിക്കൊണ്ട് ഷഫീഖ് പറഞ്ഞു. അത് പറ്റില്ല. നിയമപ്രകാരം ഇവരാണല്ലോ വീട്ടുടമസ്ഥ. ഇവർ സൈൻ ചെയ്താലേ ശരിയാവുള്ളൂ. സുബൈർ പറയുന്നത് കേട്ടതും അത് ശരിയാണല്ലോ എന്ന പോലെ സെറീന തലയണക്കി. ശേഷം പേപ്പേഴ്സ് വാങ്ങി സൈൻ ചെയ്തു സുബൈറിനെ തിരികെ ഏൽപ്പിച്ചു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക. നിങ്ങൾ പെട്ടെന്ന് റെഡി ആവണം. കുറച്ച് കഴിഞ്ഞാൽ ഷമീർ സാറിൻ്റെ ഡ്രൈവർ ഇങ്ങോട്ട് വരും. അയാളെ കീ ഏൽപ്പിച്ചാൽ മതി എന്നും പറഞ്ഞ് സുബൈർ പുറത്തിറങ്ങി. ഇതൊക്കെയും കേട്ടുകൊണ്ട് ഷൈമയും വാപ്പയും നിറകണ്ണുകളോടെ അകത്തിരിക്കുകയാണ്. മോളെ, നമ്മളിനി എന്ത് ചെയ്യും? പെട്ടെന്ന് വീട് മാറുക എന്ന് വെച്ചാൽ ഷൈമയുടെ വാപ്പ സലീമിൻ്റെ തൊണ്ടയിടറി. എനിക്കറിയില്ല വാപ്പ, എന്തായാലും ഇറങ്ങിയല്ലേ പറ്റൂ. കഴിഞ്ഞ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയ തുക ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. വാപ്പയുടെ ഓപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. ഇനിയിപ്പോൾ അതെടുക്കുക നിവൃത്തിയുള്ളൂ. പക്ഷേ പെട്ടെന്നൊരു വീട് കണ്ടുപിടിക്കുക അതിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുവരെ വാപ്പയും കൊണ്ട് ഞാൻ എങ്ങോട്ട് ചെല്ലും? അതാ എനിക്കറിയാത്തത്. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. വാപ്പയ്ക്കും മോൾക്കും കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ആ പെട്ടിയും പ്രമാണം എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഇരുവരുടെയും സംസാരം ശ്രദ്ധിച്ചു നിന്ന സെറീന പുച്ഛം കലർന്ന ഭാവത്തിൽ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ എങ്ങോട്ട് പോവും? ഷൈമ അവരെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്നോടാ ചോദിക്കുക? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ താമസിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. പിന്നെന്താ ഇപ്പോൾ ഒരു ചോദ്യവും പറച്ചിലൊക്കെയും? പെട്ടെന്നാവട്ടെ. ഉമ്മ, എന്താ ഇവിടെ ഒരു ബഹളം എന്നും ചോദിച്ചുകൊണ്ട് ഷഫീഖ് അങ്ങോട്ട് കടന്നു വന്നു. ഇവർക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. സെറീന ഷൈമക്ക് നേരെ പുച്ഛം കലർന്ന നോട്ടം നൽകി ഷഫീഖിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ എന്തിനാ അവരുടെ കാര്യം അന്വേഷിക്കുന്നത്? ഉമ്മ ഇറങ്ങാൻ നോക്ക്. ഇനിയിപ്പോൾ ഇവരിറങ്ങിയില്ലെങ്കിൽ അവർ പിടിച്ചിറക്കിക്കോളും. അതും പറഞ്ഞ് ഷഫീഖ് ഷൈമയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. എന്നാ വാടാ, നമുക്ക് ഇറങ്ങാം. ഈ പണം കൊണ്ടേ നമുക്ക് ടൗണിലെ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിക്കണം. സെറീന ഒരു തരം ആർത്തിയോടെ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു. പിന്നാലെ ഒന്ന് മൂളിക്കൊണ്ട് ഷഫീഖും. വേറെ വഴിയില്ല എന്ന് കണ്ടതും ഷൈമ തനിക്ക് എടുക്കാനുള്ളതൊക്കെ ഒരു ബാഗിലാക്കി തൻ്റെ വാപ്പയെയും വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് നടന്നു. ഷഫീഖ് ഡോർ പൂട്ടി. അപ്പോഴേക്കും ഷമീർ അഹമ്മദിൻ്റെ ഡ്രൈവറാണെന്നും പറഞ്ഞ് ഒരാൾ വന്നു ആ കീ കൈപ്പറ്റി. ഷൈമയും വാപ്പയും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും നോക്കിക്കൊണ്ട് ഷഫീഖ് പണം അടങ്ങുന്ന ബാഗ് കയ്യിൽ പിടിച്ചു വീടിൻ്റെ ഗേറ്റ് കടന്നു പുറത്തേക്ക് നടന്നു. ഇരുവരും ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോയി. എന്ത് ചെയ്യണം എന്നറിയാതെ ഷൈമ തൻ്റെ വാപ്പയും ചേർത്ത് പിടിച്ചു വീടിൻ്റെ വരാതയിൽ കുറച്ചു നേരം അതുപോലെ ഇരുന്നു. സെറീനയും ഷഫീഖും പോയെന്ന് ഉറപ്പുവരുത്തിയ അർമാൻ വണ്ടി ഷൈമയുടെ വീട്ടിലേക്ക് തിരിച്ചു. മുറ്റത്ത് നിർത്തിയ ബ്ലാക്ക് BMW കാറിൽ നിന്നിറങ്ങിയ അർമാനെയും ആശയും കണ്ട് ഷൈമ എന്ന് പതറി. അവരോട് എന്ത് പറയും എന്നോർത്ത് അവളാകെ കുഴങ്ങി. നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ എന്നുള്ള അർമാൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഷൈമയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. അവളുടെ ഉള്ളിലെ വേദന ആഷിക്ക് മനസ്സിലാവുമായിരുന്നു. അവൻ്റെ നോട്ടം കണ്ടതും ഷൈമ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് ഷൈമയുടെ വാപ്പ ഇരുവരോടും കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അന്നേരം അർമാൻ അവർക്ക് മുന്നിൽ സത്യങ്ങൾ വെളിപ്പെടുത്തി. നേരത്തെ പണവുമായി വന്ന സുബൈർ തൻ്റെ ആളാണെന്നും തൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുബൈർ ഇതൊക്കെ ചെയ്തതെന്നും
തങ്ങൾ നൽകിയ ഡോക്യുമെൻസിൽ സെറീന സൈൻ ചെയ്തതോടെ ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് നഷ്ടപ്പെട്ടുവെന്നും പകരം അതിപ്പോൾ ഷൈമയുടെ പേരിലേക്ക് മാറ്റിയെന്നതിനുള്ള പേപ്പേഴ്സ് ആയിരുന്നു അതുവെന്നും വായിച്ചു നോക്കാതെ അവർ സൈൻ ചെയ്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നും അർമാൻ പറഞ്ഞതും ഷൈമയും വാപ്പയും ആകെ തറഞ്ഞു നിൽക്കുകയാണ്. ഇനി മുതൽ ഇത് നിങ്ങളുടെ തന്നെ വീടാണെന്നും ഇനി ആരെയും പേടിക്കാതെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ദാ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്നും പറഞ്ഞ് അർമാൻ ആ പേപ്പേഴ്സൊക്കെയും ഷൈമയുടെ വാപ്പയെ ഏൽപ്പിച്ചു. ഷൈമയുടെ വാപ്പ നിറകണ്ണുകളോട് അർമാനെ നേരെ കൈകൾ കൂപ്പിയതും അർമാൻ അരുത് എന്നും പറഞ്ഞു അയാളുടെ കൈ ചേർത്ത് പിടിച്ചു. ഇതൊന്നും ഞാനല്ല ചെയ്തത്, ദേ ഈ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരനാണ് ആഷിർ. ഇവൻ അങ്ങയുടെ മകളെ അത്രയ്ക്കും ഇഷ്ടമാണെന്ന്. അങ്ങയുടെ അനുഗ്രഹത്തോടെ ഷൈമയെ സ്വന്തമാക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. അർമാൻ്റെ വാക്കുകൾ കേട്ടതും വാപ്പയുടെ കണ്ണുകൾ ആഷിയിലേക്ക് നീണ്ടു. അയാൾ ആഷിയുടെ കരം കവർന്നു. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്നുള്ള അയാളുടെ വാക്കുകൾ കേട്ടതും ആഷിയുടെ കണ്ണുകൾ ഷൈമയെ തേടിയെത്തി. ആ നിമിഷം ഷൈമ ഒരുതരം അവസ്ഥയിലായിരുന്നു. എന്ത് മറുപടി പറയണം എന്നറിയാത്തൊരു അവസ്ഥ. അതിൻ്റെ കൂടെ അവൻ്റെ നോട്ടത്തിന് മുന്നിൽ ഷൈമ തളർന്നു. അവളിൽ നിന്നും മറുപടി ഇല്ലെന്ന് കണ്ടതും അർമാൻ്റെ നോട്ടം ഷൈമയിലേക്ക് നീണ്ടു. അല്ല, ഷൈമ മറുപടിയൊന്നും പറഞ്ഞില്ല. അർമാൻ ചോദിച്ചു, സാർ അത് പിന്നെ എനിക്ക് എതിർപ്പൊന്നുമില്ല. വാപ്പയുടെ ഇഷ്ടം എന്താണോ അതാണ് എനിക്കും ഇഷ്ടം. ഷൈമ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഷൈമയുടെ വാക്കുകൾ ആഷിയിൽ കുളിര് പടർത്തി. ആഷിയുടെ കണ്ണുകൾ അതിൻ്റെ ഇണയെ തേടിയെത്തി. ആ നിമിഷം ഷൈമയിൽ നാണം നിറഞ്ഞു. കവിളുകൾ ചുവന്നു തുടുത്തു. നേരത്തെ വീടിൻ്റെ കീ വാങ്ങിച്ചയാൾ കീ ഷൈമയുടെ വാപ്പയെ തിരികെ ഏൽപ്പിച്ച് അവിടെ നിന്ന് മടങ്ങി. ഷൈമ വീടിൻ്റെ ഡോർ തുറന്ന് തൻ്റെ വാപ്പയകത്തിരുത്തി ശേഷം അർമാനെയും ആഷിയെയും അകത്തേക്ക് ക്ഷണിച്ചു. ഇനിയൊരിക്കൽ വരുന്നുണ്ടെന്നും പറഞ്ഞ അർമാൻ ഒഴിഞ്ഞു മാറി. തന്നെയും കാത്ത് അല്ലു വീട്ടിലിരിപ്പാണെന്നും ഇനിയും വൈകിയാൽ ശരിയാവില്ലെന്നും പറഞ്ഞ അർമാൻ ആഷിയെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരം രാത്രിയിലെ പാർട്ടിക്ക് ഷൈമയും വാപ്പയും ക്ഷണിക്കാനും അർമാൻ മറന്നില്ല. ആഷിയും കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു. സെറീനയും കൊണ്ട് ഷഫീഖ് നേരെ ചെന്നത് വലിയൊരു ഹോട്ടലിലേക്കാണ്. ഉമ്മയും മകനും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞതും താൻ കൈ കഴുകി വരാമെന്നും പറഞ്ഞു ഷഫീഖ് എഴുന്നേറ്റ് നടന്നു. അന്നേരം സെറീന 2 പൊറോട്ടയും ഒരു ബീഫ് ചില്ലി കൂടി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ 10 പൊറോട്ടയും ബീഫ് ഡ്രൈ ഫ്രൈ കൂടി പാഴ്സൽ ചെയ്ത് ഒരു മൊജിറ്റോ കൂടി കുടിച്ച് ഏമ്പക്കവും വിട്ടപ്പോഴേക്കും ബില്ലെത്തി. ബില്ല് എമൗണ്ട് 2500 രൂപ കണ്ടു. ഓ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു ഒരു ഫലൂഡ കൂടി ഓർഡർ ചെയ്ത് വയറ് ഫിൽ ചെയ്തിരിക്കുമ്പോൾ അടുത്ത ബില്ലുമായി വെയിറ്റർ വന്ന് ക്യാഷ് തിരക്കി. മോൻ ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് ഗമയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏത് മോൻ എന്ന് വെയിറ്റർ തിരിച്ചു ചോദിച്ചു. എൻ്റെ മോൻ ഷഫീഖ്, അവനിപ്പോൾ വരും. പെണ്ണുമ്പിള്ളേ, ദേ നമ്പർ ഇറക്കാതെ ക്യാഷും എടുക്ക്, ഇതേ ധർമ്മസ്ഥാപനമൊന്നുമല്ല എന്നുള്ള വെയിറ്ററുടെ പറച്ചിൽ കേട്ട് സെറീന ചുറ്റും കണ്ണോടിച്ചു. ശേഷം ഷഫീഖിനെ അന്വേഷിച്ചു. അവരവിടെ മുഴുവൻ ഓടി നടക്കുന്നുണ്ട്. അവരുടെ പ്രവൃത്തി ശ്രദ്ധിച്ച് ഹോട്ടലുടമ കാര്യം തിരക്കി. എന്താ കാര്യം? സാറേ, വയറ് മുട്ട കഴിച്ചിട്ടേ ഇപ്പം കാശില്ല പോലും. 2650 രൂപ എടുക്കാൻ പറയുമ്പോൾ തുടങ്ങിയതാ ഈ പരക്കം പാച്ചിൽ. അയ്യോ സാറേ, എൻ്റെ മോൻ ഷഫീഖ് ഇവിടെ ഉണ്ടായതാ. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത്. അവനിപ്പോൾ വരും സാറേ. അവന് കാശ് തന്നോളും, അല്ലാതെ ഞാൻ കാശില്ലാതെ തിന്നാൻ വന്നതൊന്നുമല്ല, സെറീന പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മറ്റാളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പൈസ തരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അയാൾ ഇവിടെ നിന്ന് പോയത് എന്നുള്ള ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരൻ്റെ പറച്ചിൽ കേട്ട് സെറീന ആകെ തകർന്നു പോയി. എൻ്റെ അല്ലോ, ചതിച്ച. എൻ്റെ കയ്യിലാണെങ്കിലും 5ൻ്റെ പൈസ ഇല്ല. ഫോണും എൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ ഫോണൊന്ന് തന്നാട്ടെ, വിളിച്ചു നോക്കട്ടെ, സെറീന യാചനയുടെ സ്വരത്തിൽ പറഞ്ഞു. അന്നേരം ഹോട്ടലുടമ തൻ്റെ ഫോണെടുത്ത് സെറീന നൽകിയ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയതും സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. പടച്ചോനെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. പെറ്റ തളയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഹയനെ എൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങി. എൻ്റെ 50 ലക്ഷം രൂപ പോയല്ലോ പടച്ചോനെ. ഞാനിനി എന്ത് ചെയ്യും? ഒരിക്കലും ഗുണം പിടിക്കില്ലടാ പലാലെ. സെറീന ഓരോന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചു കരഞ്ഞു. അപ്പോഴേക്കും ഹോട്ടൽ ഉടമ പോലീസിനെ വിളിച്ചു കഴിഞ്ഞിരുന്നു. അർമാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. മുൻവശത്തെ ഡോർ തുറന്നകത്തേക്ക് കയറിയതും ഭക്ഷണത്തിൻ്റെ മനം മയക്കുന്ന ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അടുക്കളയിൽ നിന്നാണ് ആ മണം വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ അർമാൻ നേരെ ചെന്നത് അങ്ങോട്ടാണ്.
അർമാൻ ഫ്രഷായി വരുമ്പോഴേക്കും അല്ലു ടേബിളിൽ അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ നിരത്തിയിരുന്നു. കൂടെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്കും ഒപ്പം ഡെക്കറേഷന് വേണ്ടി കാൻഡിൽ ലൈറ്റും റോസ് പെറ്റൽസും. അർമാൻ ഫ്രഷായി ഇറങ്ങാൻ നേരത്താണ് കുഞ്ഞുണർന്ന് കരയുന്നത്. കുഞ്ഞിനെയും തോളിലിട്ട് സ്റ്റെയർ ഇറങ്ങാൻ നേരം ടേബിളിലെ സംഭവങ്ങൾ കണ്ട് അർമാൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ആ വരവ് കണ്ടതും അവളുടെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. ഹാപ്പി ആനിവേഴ്സറി മൈ സ്വീറ്റ് ഹാർട്ട്. കേക്കിന് മുകളിൽ വെച്ചിരുന്ന സ്ട്രോബെറി എടുത്ത് അവൻ്റെ വായിൽ വെച്ചുകൊണ്ടവൾ പറഞ്ഞതും അവൻ അതിൻ്റെ പകുതി കഴിച്ചു ബാക്കി ചുണ്ടിലിറക്കി പിടിച്ചു. അതുപോലെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. കൂടെ ചുണ്ടിൽ നേർമയായി ചുംബിച്ചുകൊണ്ടവൻ തൻ്റെ അതരങ്ങൾ പിൻവലിച്ചു. താൻ ഒരുപാട് എഫേർട്ട് എടുത്ത് കാണുമല്ലോ. എന്തായാലും സർപ്രൈസ് എനിക്കിഷ്ടമായി. ബാക്കി കഴിച്ചു നോക്കിയിട്ട് പറയാം. ടേബിളിൽ മുഴുവൻ കണ്ണോട് ചൂണ്ടവൻ പറഞ്ഞു. ശേഷം ഇരുവരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അല്ലു കേക്കിൻ്റെ ക്രീം എടുത്ത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തതും അർമാൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഓരോ ഡിഷും അർമാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ നന്നായിട്ടുണ്ടെന്നും പറഞ്ഞു. താൻ വാരിത്തരാമെന്നും പറഞ്ഞ അല്ലു തന്നെ ഓരോന്നും വാരിക്കൊടുത്തു. അവനെ കഴിപ്പിച്ചു. കൂടെ അവളും കഴിച്ചു. പപ്പയുടെ മടിയിലിരുന്ന് കുഞ്ഞിപ്പെണ്ണ് ഈ ദൃശ്യങ്ങളൊക്കെ നോക്കി കാണുകയാണ്. അർമാൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഭക്ഷണശേഷം തങ്ങളുടെ മുറിയിൽ കുഞ്ഞിനെയും നെഞ്ചിലിരുത്തി കളിപ്പിക്കുകയാണ് അർമാൻ. അല്ല സാരി എടുക്കാൻ വേണ്ടി സ്കേർട്ടും ബ്ലൗസും ധരിച്ച് മുറിയിലേക്ക് വന്നതും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകൾ അവളിലെ ആകാരവടി ഒപ്പിയെടുക്കുന്നുണ്ട്. അവൾ ചമ്മലോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി ബെഡിൽ വെച്ചിരുന്ന തൻ്റെ സാരി പരതാൻ തുടങ്ങി. അർമാൻ അവളുടെ പ്രവർത്തികൾ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ചേടാ ഇതെവിടെ പോയി? ഞാനിവിടെ വെച്ചതാണല്ലോ എന്നും പറഞ്ഞവൾ അർമാനിലേക്ക് നോട്ടം വായിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് കള്ളച്ചിരി. അത് ശരി, ഇയാളുടെ പണിയായിരുന്നു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. ആ സാരി ഇങ്ങ് താ, അവനരികിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അന്നേരം അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ വയറിലും ആഴമുള്ള ചുഴിയിലുമായിരുന്നു. അത് തിരിച്ചറിഞ്ഞവൾ തൻ്റെ പാവാട പൊക്കി വെച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. പൊന്നു മോനു സീൻ പിടിച്ചു കഴിഞ്ഞെങ്കിലേ ആ സാരി ഇങ്ങ് താ. അവന് നേരെ കുനിഞ്ഞുകൊണ്ടാണ് അവളത് പറയുന്നത്. അർമാൻ തൻ്റെ നെഞ്ചിലിരിക്കുന്ന കുഞ്ഞിനെ ബെഡിൽ സേഫായി കിടത്തി അവൾക്ക് നേരെ തിരിഞ്ഞു. എന്താ ചോദിച്ചത്? കേട്ടില്ല. അവളുടെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. സീൻ പിടിച്ചു കഴിഞ്ഞെങ്കിൽ സാരി ഇങ്ങ് തരാൻ. കഴിഞ്ഞില്ലെങ്കിലോ? അവളുടെ കഴുത്തിടുക്കിൽ മറ സൃഷ്ടിച്ച മുടിയിഴകൾ മാടി ഒതുക്കി അവളുടെ മാറിൻ ചുഴിയിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോട്ടമെറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ നോട്ടം കാണവേ അവളിൽ നാണം വിരിഞ്ഞു. അതിനിടയിൽ അവൻ അവിടം അമർത്തി ചുംബിച്ചു. കള്ളൻ. അവൻ്റെ കവിളിൽ ചെറുതായി കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ തൻ്റെ കവിൾ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കിയതും അവൾ അവൻ്റെ അതരങ്ങളിൽ ചെറുചുംബനം സമ്മാനിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ശേഷം അവൾ നേരെ ചെന്നത് തൻ്റെ മേക്കപ്പ് ടേബിളിനരികിലേക്കാണ്. അവനെ ശ്രദ്ധിക്കാതെ അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് മുടി ചീകുന്നുണ്ട്. അവളുടെ ചേഷ്ടകൾ വീക്ഷിച്ചുകൊണ്ട് അവൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളുടെ സാരിയും കൈ പിടിച്ചു അവളുടെ അരികിലേക്ക് നടന്നു. ഇത്രയും ഹോട്ടായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. ഈവൻ ഒന്നും ധരിക്കാതെ നിന്നാൽ പോലും. അവളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവൻ അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ്റെ നോട്ടവും പറച്ചിലും അവളിൽ നാണം നിറച്ചു. അർമാൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി കയ്യിൽ പിടിച്ച സാരി നിവർത്തിക്കൊണ്ട് അവളുടെ അരയിൽ ചുറ്റിക്കൊടുത്തതും ഒരേങ്ങലോടെ അവൾ അവന് നേരെ തിരിഞ്ഞു. ബാക്കി എനിക്കറിയില്ല, നീ ഉടുത്താൽ മതി, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. മേക്കപ്പ് ചെയർ വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. ദർശന സുഖമായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെയും പറയാം. ചെയറിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. അല്ലു സാരി ഉടിക്കാൻ തുടങ്ങി. അർമാൻ അവളുടെ പ്രവർത്തികൾ വീക്ഷിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട്. അല്ലു റെഡിയായി കഴിഞ്ഞ് കുഞ്ഞിനെ ഒരുക്കി. അല്ലുവിൻ്റെ സാരിക്ക് ചേർന്നിട്ടുള്ള ഷർട്ടായിരുന്നു അർമാൻ ധരിച്ചത്. ഇരുവരുടെയും ഡ്രസ്സിനോട് മാച്ചാവുന്ന തരത്തിൽ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കി. ഹോട്ടലിൽ നിന്നും മുങ്ങിയ ഷഫീഖ് പണപ്പെട്ടിയുമായി നേരെ ചെന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവൻ. ആർത്തിയോടവൻ പെട്ടി മുറുക്കി പിടിച്ചു. ഇനി ഈ പണം തനിക്ക് സ്വന്തം, ഇനി സുഖമായി ജീവിക്കാം അവൻ ചിന്തിച്ചു. ആ നേരത്താണ് അങ്ങോട്ടേക്ക് 2 പോലീസുകാർ വരുന്നതും അവനെ ചോദ്യം ചെയ്യുന്നതും.
അവൻ്റെ കയ്യിലെ ബാഗ് പരിശോധിച്ചു. അതിലെ പണം കണ്ട് അതിൻ്റെ സോഴ്സ് തിരക്കി. തെളിവ് കാണിക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അവൻ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും പോലീസുകാരെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അവൻ്റെ കയ്യിലെ നോട്ടുകൾ മുഴുവൻ കള്ളനോട്ടുകളാണെന്ന് കണ്ടെത്തിയ പോലീസ് ഷഫീഖിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ആ നിമിഷം അവൻ തിരിച്ചറിയുകയായിരുന്നു തന്നെ സുബൈർ എന്ന ആ വ്യക്തി ചതിച്ചതാണെന്ന്. ഇതിന് പിന്നിൽ ഉറപ്പായും ഷമീർ അഹമ്മദ് എന്ന പ്രൊഡ്യൂസർക്കും പങ്കുണ്ടാവും. ഷഫീഖിൽ പകയെരിഞ്ഞു. അർമാനും അല്ലുവും തങ്ങളുടെ പുതിയ വീടിന് മുന്നിൽ വണ്ടി ഇറങ്ങി. തൊട്ടു മുന്നിലെ വീട്ടിൽ പുതിയ താമസക്കാർ വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞ സുൽത്താൻ വീട്ടുകാർ ആ വന്നത് ആരാന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ അടുത്ത വീട്ടിലേക്ക് നീണ്ടു. പലതരത്തിലുള്ള പൂക്കൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും അതിമനോഹരമായി ഒരുക്കിയ വീടിനകത്തേക്ക് കയറി പോകുന്ന അർമാനെയും അല്ലുവിനെയും കണ്ട് പലരും അത്ഭുതത്തോടെ നോക്കി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അറയ്ക്കലെ വീട്ടുകാർക്കും. അർമാനെയും അല്ലുവിനെയും ഒരുമിച്ച് കണ്ടതും അലീമ ബീവിയുടെ മുഖം ചുളുങ്ങി. അവർ ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നു. വൈകുന്നേരം 6 മണിയോടെ പാർട്ടി ആരംഭിച്ചു. ഗസ്റ്റൊക്കെയും വന്നു തുടങ്ങി. ഡയറക്ടർ ഷാക്കിർ അലിയുടെ വരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു അല്ലു. 8 മണിയായിട്ടും പ്രതീക്ഷിച്ച ആൾ മാത്രം വന്നില്ല എന്നത് അവളിൽ നിരാശ പടർത്തി. ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന തോന്നലിൽ പിന്നീട് കേക്ക് കട്ടിങ്ങും ബാക്കി പരിപാടിയും ആരംഭിച്ചു. ഭക്ഷണമൊക്കെയും കഴിഞ്ഞ് 10 മണി ആയതും എല്ലാവരും മടങ്ങി. ഗസ്റ്റുകളൊക്കെയും പോയി കഴിഞ്ഞ ശേഷമാണ് ഷാക്കിർ അലിയുടെ വണ്ടി മുറ്റത്ത് വന്ന് നിർത്തുന്നത്. അർമാൻ അയാളെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. സനയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ വരെ പോവേണ്ടി വന്നെന്നും അതുകൊണ്ടാണ് വൈകിയതെന്നും ഷാക്കിർ വെളിപ്പെടുത്തി. ഇതേ സമയം കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു അല്ലു. ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞാണ് അർമാൻ അല്ലുവിനെയും കൊണ്ട് താഴേക്ക് വന്നത്. സെറ്റിയിലിരിക്കുന്ന ആളെ കണ്ടതും അല്ലു ആകെ വണ്ടരടിച്ചു പോയി. കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു. അവളുടെ നോട്ടം അർമാനിലേക്ക് നീണ്ടു. അവൻ ചിരിക്കുന്ന പോലെ കാണിച്ചതും അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇരുവരും ഓരോ ചെറുപുഞ്ചിരി കൈമാറി. പിന്നീട് അർമാൻ്റെ ഇടപെടൽ മൂലം ഇരുവരും തമ്മിലുള്ള അകലം കുറഞ്ഞു. അല്ലു തൻ്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി. തൊട്ടരികിൽ അർമാനും ഉണ്ട്. അതിനിടയിൽ ഷാക്കിർ അല്ലുവിൻ്റെ അഭിനയം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുകഴ്ത്തി. അതേക്ക, അഭിനയം മാത്രമല്ല, ഇവളെ അത്യാവശ്യം സ്റ്റോറി എഴുതും. ഇവളുടെ കയ്യിലെ ഒരു ത്രെഡുണ്ട്. ഞാനത് ചുരുക്കി പറഞ്ഞോട്ടെ. പ്രൊഡക്ഷൻ ഞാൻ ഏറ്റെടുക്കാം, സാർ ഡയറക്റ്റ് ചെയ്താൽ മതി. അർമാൻ പറഞ്ഞു തുടങ്ങി. താൻ എന്നേക്കാൾ നന്നായി ഡയറക്റ്റ് ചെയ്യും, പിന്നെന്തിനാ ഞാൻ? ഷാക്കിർ ചെറിയാളെ പറഞ്ഞു. ഇക്ക ഡയറക്റ്റ് ചെയ്താലേ അത് ശരിയാവുള്ളൂ. ഹീറോയും ഹീറോയിനും ഞങ്ങൾ തന്നെയാണ്. ആഹാ, അത് ശരി. ഭാര്യയും ഭർത്താവും കൂടി മോളിവുഡ് കത്തിക്കാനുള്ള പ്ലാനാണല്ലേ? ശരി, കഥ കേൾക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഷാക്കിറിൻ്റെ വാക്കുകൾ കേട്ടതും അല്ലുവും അർമാനും പരസ്പരം ഒന്ന് നോക്കി.